ടേസ്റ്റി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എഗ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എഗ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമേ നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് വഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. നമുക്ക് സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബിഗ് സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ വഴറ്റിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളി വെന്തെന്ന് നോക്കാം. ഇത് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അടച്ചു വെച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി ഇതൊരു ചെറിയൊരു ഗ്രേവി ആക്കി എടുക്കണം. ഈ ഗ്രേവി ആക്കിയതിന് ശേഷമാണ് അതിലേക്ക് മുട്ടയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കേണ്ടത്, ഒരുപാട് വെള്ളം കൂടിപ്പോവല്ലേ. അപ്പോൾ നമ്മൾ ഗ്രേവി ആക്കാൻ വേണ്ടിയുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചൂടുവെള്ളം, ആ അളവെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇതുപോലൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഗ്രേവി തയ്യാറാക്കി എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ മുട്ട അതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഗ്രേവി ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് മുട്ട റോസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. എപ്പോഴും മുട്ടക്കറി കൂട്ടി നമുക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഗ് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി മുട്ട ഇതിലേക്ക് ഗ്രേവിക്ക് വറ്റി കുറുകി എന്ന് പെരണ്ട് വരത്തില്ല, ആ ഒരു പരുവം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാനൊക്കെ ഇടുന്ന ആവി ഇരുന്ന് വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എൻ്റെ ഒരു ഫുഡ് ഐറ്റം ആണ്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എഗ് റോസ്റ്റ് എന്തായി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ എഗ് റോസ്റ്റ് ചാറൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.